നമസ്കാരം. ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ എല്ലാവരും തേജോവധം ചെയ്യുന്നത് പി ദിവ്യ സത്യത്തിൽ തെറ്റുകാരിയാണോ? വിഷയത്തിൽ അവർ തെറ്റുകാരിയാണെന്ന കണ്ടെത്തൽ വരുന്നതിന് മുന്നേ തന്നെ അവരെ തെറ്റുകാരിയാക്കുന്നത് ശരിയായ നിലപാടാണോ? വിമർശിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ആ വിമർശനത്തെ തള്ളിയണോ കൊള്ളണോ എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഇതേ കാര്യമാണ് ദിവ്യയും ചെയ്തത്. ചില കാര്യങ്ങളെ കുറിച്ച് വിമർശിക്കുക മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത്. അതിന്റെ പേരിലാണ് അവർ ക്രൂശിക്കപ്പെടുന്നത്. CPM-ന്റെ അനുഭാവികളാണ് നവീനും പി ദിവ്യയും. നവീന്റേത് ആത്മഹത്യയാണെന്നുള്ള തരത്തിലാണ് ആദ്യം ചാനലുകൾ പോലും ചർച്ച ചെയ്തത്. എന്നാൽ ഒരു കുരിശ് കിട്ടി എന്നാൽ ഇനി അതിനെ അങ്ങ് തറച്ചേക്കാം. അതാണ് പിന്നീടുള്ള ദിവസങ്ങൾ നമ്മൾ കണ്ടത്. ദിവ്യയുടെ പക്ഷത്താണ് ശരി എന്ന നിലയ്ക്ക് ഒരിക്കൽ പോലും ചാനലുകൾ സംസാരിച്ചിട്ടില്ല. ഇക്കാര്യം ഇടത് സഹയാത്രികനായ റെജി ലൂക്കോസ് പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട്. പി ദിവ്യയെ ക്രൂരമായി ക്രൂശിച്ചവർ അവർ ചെയ്ത തെറ്റെന്തെന്ന് കൃത്യമായി പറയുന്നില്ല. കാരണം ദിവ്യ തെറ്റു ചെയ്തു എന്ന ബോധ്യമില്ലാത്തത് കൊണ്ട് മാത്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. വാർത്താ ദാരിദ്ര്യം നേരിടുന്നതും ജനകീയ അടിത്തറയുള്ള CPM വനിതാ നേതാവ് ആയതുകൊണ്ട് മാത്രമാണ് വ്യക്തിഹത്യയും വേട്ടയാടലും. സ്വയം കഠിനാധ്വാനം കൊണ്ട് ആർജിച്ചെടുത്ത ജനകീയ അടിത്തറയും വലിയ പ്രതീക്ഷയുള്ള പൊതുപ്രവർത്തകയുമായ ദിവ്യയെ ശരിയുടെ പക്ഷത്ത് നിന്നതിന്റെ പേരിൽ തകർക്കുക എന്നത് ചിലരുടെ അജണ്ടയായിരുന്നു. ഇതിനായിരുന്നു ഉദ്യോഗസ്ഥരെ അവർ എന്ത് ജനവിരുദ്ധ നിലപാടുകൾ എടുത്താലും വിമർശിക്കാൻ പാടില്ല എന്ന പൊതുബോധം രൂപപ്പെടുത്താൻ ചില മാധ്യമങ്ങളും മറ്റും കുറ്റക്കാരായി ചെയ്തുകൂട്ടി. ഭാവിയുടെ വലിയ വാഗ്ദാനമായ കരുത്തയായ ഒരു വനിതാ നേതാവിനെ ക്രൂരമായ കുറ്റവാളിയായി സമൂഹം മുദ്ര കുട്ടപ്പെട്ടു. കാള പെറ്റു എന്ന് കേട്ടപ്പോഴും അവർ കയറെടുത്തു. പിന്നെ എന്തുകൊണ്ട് വേട്ടയാടി എന്നും അദ്ദേഹം ചോദിക്കുന്നു. ഉദ്യോഗസ്ഥർ പാവപ്പെട്ടവരുടെ ക്ഷേമ പെൻഷൻ തട്ടിയെടുത്തത് അതുപോലെയുള്ള മറ്റ് കൈക്കൂലി കേസുകളുമെല്ലാം വാർത്തയാക്കുമ്പോൾ മരണപ്പെട്ടു പോയത് കൊണ്ട് മാത്രം അയാൾ വിശുദ്ധനാകുമോ എന്ന് പറയാൻ സാധിക്കുമോ? ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ച ഒരു പൊതുപ്രവർത്തകയെ വ്യക്തിഹത്യ ചെയ്ത് തകർക്കാൻ ശ്രമിച്ച അവിശ്വസനീയമായ കാഴ്ചകളാണ് കേരളം സാക്ഷ്യം വഹിച്ചത് എന്നത് തന്നെ നമുക്ക് മറക്കാൻ കഴിയാത്ത കാര്യമാണ്. ഒരുപാട് വിചിത്ര കഥകൾ പി ദിവ്യക്കെതിരെ മെനഞ്ഞതും ഒന്നാം തരം സ്ത്രീ വിരുദ്ധത തന്നെയാണ്. ദിവ്യയ്ക്ക് പിന്തുണ നൽകുന്നതിൽ പലരും പരാജയപ്പെട്ടു. അവർ ശക്തയായി പൊതുരംഗത്ത് മടങ്ങി എത്തും എന്നത് ഉറപ്പാണ്. അവർക്ക് അർഹതപ്പെട്ട സ്വാഭാവിക നീതി പോലും ലഭിച്ചിട്ടില്ല എന്നത് വസ്തുതയാണ്. ഇക്കാര്യം റെജി ലൂക്കോസ് വ്യക്തമാക്കുന്നുണ്ട്. അവർ തെറ്റുകാരിയാണെന്ന് ഉറപ്പിക്കാനാകാത്തത് കൊണ്ട് തന്നെയാണ് അവരെ പാർട്ടിയിൽ നിന്നും ഇതുവരെയും പുറത്താക്കിയിട്ടുള്ളത്. കൂടാതെ കേസന്വേഷണം വിധേയമായാൽ മാത്രമേ ഈ വിഷയത്തിൽ നവീന്റെ പങ്ക് വെളിപ്പെടുകയുള്ളൂ. എന്തായാലും സംഭവത്തിൽ നിജസ്ഥിതി തെളിയുമ്പോൾ ദിവ്യ കുറ്റക്കാരി അല്ലെങ്കിൽ ഈ ചാർത്തി കൊടുത്ത പഴിയൊക്കെ നിങ്ങൾ തിരിച്ചെടുക്കുമോ മാധ്യമങ്ങളെ?